ഗായ്സ് വി ബാക്ക് ടു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പറഞ്ഞ ഗെയിമിലേക്ക്. ഇപ്പോൾ ഗായ്സ് നമ്മൾ കുറേ കാലമായി അല്ല കുറേ ദിവസമായി ഗായ്സ് നമ്മൾ ഇന്ത്യൻ ബൈക്ക് കളിച്ചിട്ട്. ഇപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ എന്താ വന്നിക്കണമെന്ന് പറഞ്ഞാൽ ഗായ്സ് നമ്മൾ ചലഞ്ചിൽ മേഘറാപ്പ് ചലഞ്ചിൽ ഒരു 3 അല്ലെങ്കിൽ 4 കാറുകളുണ്ട്. അത് വെച്ചും കൊണ്ടൊരു ചലഞ്ച് നടത്താണ് ആദ്യം താഴത്തേക്ക് നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നേരെ ഇതിൽ പോവാം. അപ്പോൾ ആദ്യം നമുക്ക് മേഘറാപ്പ് എടുക്കാം. നമ്മളിപ്പോൾ അതാ ഇന്ത്യൻ ബൈക്ക് അതിപ്പോൾ കുറേ കളിച്ച് നോക്കണം. അപ്പോൾ ചീറ്റ് കോഡൊക്കെ ഫുള്ളും മറന്നു നോക്കണം ഗൈസ്. അപ്പോൾ നമ്മളെ ലോഡിങ് സ്ക്രീൻ ഇങ്ങനെ കാണിച്ചു കൊണ്ട് നമ്മളെ മേഘറാപ്പ് വരുന്നു. ഇപ്പോൾ ഗൈസ് ഇതാ ഫസ്റ്റ് തന്നെ നമ്മളെ കാർ ഇവിടെ റെഡി ആയിക്കണു. പക്ഷെ നമ്മൾ ഗൈസ് ഈ കാർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കുറച്ച് കാർ കണ്ടുവെച്ചിക്കണു. അപ്പോൾ ഞാൻ ആ ഒരു കാറൊന്നും എടുത്തുതരാം ഗൈസ്. ആദ്യത്തെ കാർ എന്ന് പറയുന്നത് സുപ്രയാണ്. അപ്പോൾ സുപ്രൻ്റെ ചീറ്റ് കോഡ് അടിച്ചിക്കണു. അയവ ഗൈസ് നമ്മളെ സുപ്ര വന്നിക്കണു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ സുപ്ര വെച്ചിങ്ങാണ്ട് തന്നെ ചെയ്തിക്കണു വന്നു. അപ്പോൾ ഗൈസ് നമ്മളുടെ സുപ്രയിൽ കയറുകയാണ്. എൻ്റെ മോനെ കുറേ കാര്യങ്ങൾക്ക് ശേഷം ഗൈസ് പിന്നെ ഇത് നമ്മളെ മേഘറാപ്പ് ചലഞ്ചായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഇതിൻ്റെ ഇത് വരുമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഒന്ന് അടിക്ക് നോക്കട്ടെ. എൻ്റെ ഓരോ ഗൈസ് സീന്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പോകാൻ പോകണം. അപ്പോൾ എന്തായാലും റോഡ് ടു 300 സബ്സ്ക്രൈബാണ്. എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ സുപ്രത കുതിച്ചു പോകുന്നു. അയ്യോ ചാടി 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 ചാടി. ഓ ഗൈസ് നമ്മളെ സുപ്രത ചാടിയാണ്ടിരിക്കുന്നു. ഒന്നും കുഴപ്പമുണ്ടാവില്ലേ. അയ്യോ ഗൈസ് നമ്മളെ സുപ്രൻ്റെ പണി കഴിഞ്ഞു. അയ്യോ ഗൈസ് നമ്മളെ സുപ്ര പാടിപ്പോയി. പക്ഷേ ബിൽഡിങ്ങിനൊക്കെ വന്നിട്ട് നോക്ക് ഗൈസ്. കറക്റ്റ് സ്റ്റണ്ടായി വരുന്നുണ്ട്. അയ്യോ ഇടിച്ചു. അയ്യോ ഗൈസ് അങ്ങനെ നമ്മളെ സുപ്രൻ്റെ പണി നിൽക്കുന്നു. ഇതിപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ് ഈ പോണത്. കണ്ട ഞാനൊന്നും ചെയ്യണില്ല. കൺട്രോൾ ചെയ്യാണ്ടാണ് ഇപ്പോൾ ഈ വണ്ടി പോണത് ഗൈസ്. അപ്പോൾ ഇനി നമുക്കൊന്ന് നിർത്താം. അപ്പോൾ നമ്മളെ സുപ്രൻ്റെ കോലാണ് ഇപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ പറയുക അതിൻ്റെ മേലിന്ന് ചാടി എന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഗൈസ് ആ ഒരു ബിൽഡിങ് തട്ടി ഇങ്ങനെ വന്നു. അപ്പോൾ അതാണ് ഗൈസ് നമ്മളെ സുപ്രൻ്റെ കോലം. നമുക്ക് കണ്ടില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് പിന്നെ അതിൻ്റെ മേലെ പോയിട്ട് നമ്മളിതാ പിന്നെ ഇതിൻ്റെ മേലേക്കാനെ എത്തിക്കണം. അപ്പോൾ അവിടെ വേറൊരു വണ്ടിയാണ് വന്നിരിക്കണത്. അപ്പോൾ ആ ഒന്നല്ല ഗൈസ് നമ്മളടുത്ത വണ്ടി. അടുത്ത വണ്ടി എന്ന് പറയണത് ഞാൻ ഇതിൻ്റെ ഒന്ന് എടുത്തിട്ട് അടിച്ചാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിസാൻ GTR ആണ് ഗൈസ്. അതെ ഗൈസ് നിസാൻ GTRനായിട്ടാണ് നമ്മൾ ചലഞ്ച് ആക്കണം. അല്ലെങ്കിലും ആള് സൂപ്പർ ഫാസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എന്താ ഇങ്ങനെയൊക്കെയാണ് ബ്രോ. കയറി കയറി കയറി. ഇപ്പോൾ ഗൈസ് നമ്മൾ നിസാൻ GTR ആയിട്ടാണ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത്. ഇനി ഗൈസ് നമുക്ക് ഇതും കൊണ്ട് ചലഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇത് അല്ലാക്കിൻ്റെ സ്പീഡാണ്. പിന്നെ എല്ലാവർക്കും അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ നല്ല കൊണ്ടാട്ടെ. കാരണം എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് സൂപ്പർ എന്ന് പറയണത്. എനിക്ക് ആ സൂപ്പർ ഇഷ്ടമല്ലേ MK അല്ല Mark 480 ആണ്. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ചാടാൻ പോവാണ്. അപ്പോൾ 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഒരു കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നത് നമ്മളിത് കുതിച്ചു പോകണം. സുപ്ര അല്ല GTR ചാടി 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 ചാടി. അയ്യോ നിലം പോയി ഗൈസ്. ജസ്റ്റ് ഒന്ന് വളച്ചു പോയി. പക്ഷേ എൻ്റെ മോനെ കറക്റ്റ് എത്തണ്ടല്ലോ. അയ്യോ ഗൈസ് നോക്കട്ടെ. അയ്യോ ചാടില്ല കുറച്ചും കെട്ട്. അയ്യോ ഗൈസ് ബഗ്ഗായി കണ്ടോ നമ്മളെ എന്താണ് GTR ഇവിടെ ലോക്കായി. അപ്പോൾ ഗൈസ് നമുക്ക് തലക്കാലം ഒരു വട്ടം കൂടി ഒന്ന് കറക്റ്റ് നമ്മളിതാ പിന്നെ ഇതിനെ മേലക്കാൻ എത്തിക്കണം. നമ്മളെ GTR ബഗ് അടിച്ചിങ്ങാണ്ട് അവിടെ നിന്നപ്പോഴേക്കിന് പെട്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടി അടിച്ചു കൊടുക്കട്ടെ. 3, 5 ഇതാണ് ചീട്ട് വന്നു. അതന്നെ ഗൈസ് ചീട്ട്. ഇനി എന്തായാലും ഗൈസ് നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇനി മുതൽ ഈ സൈഡിൽ കൂടി പോയാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കട്ടെ. ഈ സൈഡ് വലിയ കുഴപ്പമില്ലല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ GTR ഒന്നുകൂടി കുതിച്ചു പോവാണ്. അതാവുമ്പോൾ വീഴാൻ പോവാണ് സംഭവം. അപ്പോൾ ബഗ് ഈ ടൈമിങ് അടിക്കൂല ഗൈസ്. അയ്യോ പോട്ടെ. ഓ ഗൈസ് നമ്മൾ GTR പോണ്ട്. അയ്യോ ഇടിച്ചു. എൻ്റെ മോനെ പറക്കണ പോലെ പോണ്. ഓ ഗൈസ് പിന്നെ നമ്മളെ GTR ഇങ്ങനെ നല്ല കുത്തി പോണ് ഗൈസ്. ഓ ബിൽഡിങ്ങിലൊക്കെ ഗൈസ് ഇടിച്ചിങ്ങാണ്ട് കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ അത് ഔട്ട് ഓഫ് കൺട്രോളിലാണ് ഈ പോണത്. ഇതാണ് ഇത്രയും ഫാസ്റ്റ്. അയ്യോ ഗൈസ് അങ്ങനെ നമ്മൾ സൂപ്പറിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ
പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ലല്ലേ, 2 ഡോറൊന്നും പോയിന്നുള്ളു സംഭവം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എന്താ 2 ഡോറ് പോയിക്കണു, അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗായ്സ് നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഞാൻ എൻ്റെ മേലെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് മസ്താങ്ങാണ്. മസ്താങ്ങിൻ്റെ ചീട്ട് കോഡ് എന്ന് പറയുന്നത് ഗായ്സ് 8123 അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്നത് പോലീസ് വണ്ടിയാണ്. ഈ വണ്ടി ഗായ്സ് കാണാൻ നല്ല പൊളിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ കയറട്ടെ, അപ്പോൾ ഗായ്സ് മസ്താങ്ക് ഇഷ്ടമുള്ളവർ ഗായ്സ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. GTR ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയിപ്പോൾ സൂപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ചാടാൻ പോവാണ്. അപ്പോൾ 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഞാൻ മസ്താങ് ആദ്യമായിട്ടാണ് എടുക്കുന്നത് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ മസ്താങ് കുതിച്ച് തുടങ്ങിക്കണു. ദൈവം നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, പക്ഷേ ഒരു വളവുണ്ട്. അയ്യോ എൻ്റെ അമ്മോ ഗൈസ്, എൻ്റെ അമ്മോ ഗൈസ് കറക്റ്റ് സ്റ്റണ്ട് വന്ന് നിന്നു. പക്ഷേ എല്ലാം പൊന്നിൻ്റെ അമ്മോ ഗൈസ്, മസ്താങ് കലാക്കിൻ്റെ സാധനമല്ലോ. എൻ്റെ അമ്മോ ഞാൻ വേറെ ആക്സിലേറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നേരെ നിന്നാലല്ലേ ഗൈസ്, ഒന്നുകൂടി ഞാൻ ഇങ്ങോട്ട് നിർത്തട്ടെ. ബഗ് പഠിക്കും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനടിച്ചു ഗൈസ്, അയ്യോ കറക്റ്റ് ടൈം എടുക്കാൻ പോണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ മസ്താങ് എന്ന് പറയുന്ന സംഭവം. എല്ലാത്തിനും ചേർത്ത് അതിപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളാണ് ഗൈസ് പോണത്. ഇതാണ് ഗൈസ് നമ്മളെ മസ്താങ്. കണ്ടോ എന്ത് സ്പീഡ് വെച്ചിട്ടാ, എന്താ അറിയില്ല ഗൈസ്. അവിടെ എത്തിയപ്പോൾ ആളാകുന്നു മാറിയിരിക്കണു. അപ്പോൾ നമ്മൾ ഈ മസ്താങ്ങിൻ്റെ കോല ഇതാണ്, ഇതിന് മേലെന്താ ഒന്നുമില്ലല്ലേ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ മസ്താങ്ങിൻ്റെ കോല എന്ന് പറയുന്നത്. മുന്നൊക്കെ ആകെ ഇടിച്ചു പോയിക്കണം, പിന്നെ സൈഡത്തെ ഡോറും കാര്യങ്ങളും പോയിക്കണം നമ്മളെ GTRൻ്റെ പോലെ. അപ്പം എന്തായാലും ഗൈസ് ഇനി അടുത്തൊരു എന്താ പറയുക ഗൈസ്, ഭീകാരമ വണ്ടിമക്ക് പോവാ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെന്താ പിന്നെയും വന്നോണി, നമ്മളെ ഭീമാകാരനായൊരു വണ്ടി ഉണ്ട്, അതിന്റെ ചീട്ട് കോഡ് ഒന്ന് ഗൈസ് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. അറിയില്ല എന്താ സംഭവം ഒന്ന്. നമുക്ക് പൂജ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് സൂപ്പറല്ല 8123 അടിച്ചു കൊടുത്ത് നോക്കാം. കാളിന്നാണ് ഗൈസ്. പക്ഷേ ആ ചീട്ട് വർക്കാവണ്ടാന്ന്, എന്താണ് വർക്കാവാത്തെന്ന് അറിയാം. അങ്ങനെ സാരല്ല ഗൈസ്, നമുക്ക് വേറൊരു ചീട്ട് അടിച്ചെടുത്ത് കണ്ട് റെഡിയാക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ വേറൊരു ചീട്ട് അടിച്ചെടുത്ത് കണ്ട് നമ്മളെ പോർഷെ കൊടുത്ത് നോക്കണം. പോർഷെ നല്ല വണ്ടിയാണ് തോന്നുന്നു, നല്ല സ്പീഡും കാര്യങ്ങളുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇത് കൂടി ഇതാ ചെയ്ത് കണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളെ പോർഷെ ഇതാ മുന്നിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കറക്റ്റ് ഇതായില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ചാടാൻ പോകണം. പോർഷെ ഇഷ്ടമുള്ളവർ ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോർഷെ ഇതാ കുതിക്കണം, നല്ല സ്പീഡിൽ കുതിക്കുന്നുണ്ട്. ഇതും ചിലപ്പോൾ ഇനി മസ്താങ്ങിനെ പോലെ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്, കാരണം അടി വലിയതില്ല. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അടി വലിയ അമ്മോ ഇതിൻ്റെ പണി ഇപ്പം തന്നെ കഴിഞ്ഞു ഗൈസ്. ഇതിൻ്റെ അടി കേൾക്കണ്ട, അപ്പം ഇങ്ങനെ തന്നെ പൊളിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മളെ ഇതാ പോർഷെ അതാ താഴത്തൊക്കെ ചാടിങ്ങാണ്ടി ഇരിക്കുന്നു. ഇപ്പം മുട്ടും കറക്റ്റ് ഇതിൽ നിൽക്കും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ അത് നിൽക്കും. അപ്പോൾ അതിപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ്, അതാണ് ഞാൻ പേടിച്ചത്. അപ്പോൾ അതാ ഒന്ന് നിൽക്കും ബ്രോ അയ്യവാ. അപ്പോൾ ഗൈസ് നമ്മളെ പോർഷെ സാറും നിൽക്കണം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ പോർഷെൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ അമ്മ മുന്നേ ഫുള്ളും പോയിക്കോളും, ഒരു കണ്ണ് നോക്കണ പോലെ ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ പോർഷെൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകല്ലേ. അപ്പോൾ എന്തായാലും ഇതിന് പണിന്ന് കഴിച്ചോട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടമായിരുന്നാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ബൈ.